വെറ്റിലപ്പാറയിൽ വളർത്തുപോത്തിനെ ആക്രമിച്ചു കൊന്ന് കാട്ടാന. റബ്ബർ തോട്ടത്തിൽ കെട്ടിയിട്ടിരുന്ന പോത്തിനെയാണ് കാട്ടാന ആക്രമിച്ചു കൊന്നത്. തൊടുമയിൽ ബെന്നി വർഗീസിന്റെ പോത്തിനെയാണ് കാട്ടാന പുലർച്ചെയോടെ ആക്രമിച്ചു കൊന്നത്. കോട്ടപ്പടി പഞ്ചായത്തിന്റെ 4-ാം വാർഡിൽ താമസിക്കുന്ന തൊടുമേൽ ബെന്നി വർഗീസിന്റെ 3 വയസ്സ് പ്രായം വരുന്ന വളർത്തുപോത്തുകളിൽ ഒന്നിനെയാണ് കാട്ടാന ആക്രമിച്ചു കൊന്നത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ കെട്ടിയിട്ടിരുന്ന പോത്തിനെ കാട്ടാന ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. പുലർച്ചെയോടെ കാട്ടാനകൾ ഈ ഭാഗത്തുകൂടി എത്തുന്നതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നതിനാൽ വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. അല്പനേരത്തിന് ശേഷം പോത്തിന്റെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. ഇതേ തുടർന്ന് കാട്ടാനകൾ ഇവിടെ നിന്നും പോയതിനു ശേഷം പുറത്തിറങ്ങിയ വീട്ടുകാരാണ് പോത്തിനെ കൊന്നിട്ടിരിക്കുന്നതായി കണ്ടെത്തിയത്. ഇതേക്കുറിച്ച് ബെന്നി വർഗീസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു. എനിക്ക് ഇതിന് 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഈ പോത്ത് ചത്തയിൽ. ഇത് ഞങ്ങൾ കരം തീർത്ത രസീതും ഞങ്ങൾ കരം തീർക്കുന്ന സ്ഥലത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇത് ഞങ്ങൾക്ക് ഒരു പ്രകാരം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പന്നിക്കൂട്ടം ഒരു വശത്താണ്, ആന ഒരു വശത്താണ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? റബ്ബർ മരത്തിൽ കെട്ടിയിട്ടിരുന്നതിനാൽ പോത്തിന് ഓടി രക്ഷപ്പെടാനായില്ല. കാട്ടാന പോത്തിനെ മരങ്ങൾക്കിടയിലൂടെ ഓടിച്ചതിന്റെ ലക്ഷണങ്ങളും കാണാനായി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫെൻസിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഫെൻസിംഗ് സംവിധാനം പൂർണ്ണ പരാജയമാണെന്നും ആനകളെ പ്രതിരോധിക്കുന്നതിന് തക്ക വൈദ്യുതി ശേഷി ഫെൻസിംഗിന് ഇല്ലെന്നും കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിപ്പെട്ടു. ഫെൻസിംഗ് അവിടെ നിലവിൽ അത് ഒരു പ്രാവർത്തികക്ഷമതയുള്ള ഫെൻസിംഗ് അല്ല. ആനയൊക്കെ ചവിട്ടി അത് നശിപ്പിച്ച് കളയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു 9 to 10 വാട്ട്, മിനിമം 9 വാട്ട് കറണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്താൽ മാത്രമാണ് ആനയ്ക്കിത് ഒരു ചെറിയൊരു തിരിച്ചടിയെങ്കിലും കിട്ടുള്ളൂ. കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാരും തങ്ങളുടെ അമർഷം വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നിപ്പോ പോത്തിനെയാണെങ്കിൽ നാളെ ഞങ്ങളുടെ മുറ്റത്ത് കാണാത്ത വീട്, ആ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോ ഞങ്ങളുടെ മുറ്റത്ത് ആന നിൽക്കുവാണെങ്കിൽ ഞങ്ങളെ ചവിട്ടിക്കൊല്ലില്ലേ? ഞങ്ങളുടെ ജീവന് എന്ത് വിലയുള്ളത്? ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ തീരൂ, ഇല്ലെങ്കിൽ ഞങ്ങള് സമരത്തിന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചേക്കണേ. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ബെന്നി വർഗീസിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.